നന്ദിനി താമ്പിക്കോ ചെല്ല. സോറി മോനെ, നിന്റെ സിംപ്ലിസിറ്റി മനസ്സിലാക്കാത്തവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിന്റെ ഉത്തരം ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ടോയ്ക്കാർ വെച്ച് കളിക്കുന്നവര് കുട്ടികളുടെ മനസ്സുള്ളവരാണെന്ന് പെട്ടെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവര് കേമനാ, മിടുക്കനാ. പക്ഷെ അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുകയും വേണം. എന്താ ആന്റി ഇത്? എന്റെ കയ്യിൽ നിന്നൊരു തെറ്റുപറ്റി, അതിന് ഞാൻ ക്ഷമ പറയുകയും ചെയ്തു. മോൻ അത് കാര്യാക്കല്ലേ, അവന്റെ ശീലം അതാ. അവൻ പറയുന്നത് മാത്രമാണ് അവന്റെ ശരി. മറ്റാരും എന്തു പറഞ്ഞാലും അവൻ എതിർപ്പ് കാണിക്കും. എന്ത് ചെയ്യാനാ? മോ ഓരോന്നും മനസ്സിൽ വെക്കല്ലേ. അയ്യോ ആന്റി, ഒരിക്കലുമില്ല. എത്ര ദേഷ്യപ്പെട്ടാലും സൂര്യ വേദയുടെ സഹോദരനാണല്ലോ. പിന്നെ എത്രയോ കാലം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ളതാ. സോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മനസ്സിൽ വെക്കില്ല. താങ്ക് യു മോനെ. ഈ ചെറുപ്രായത്തില് നീ കാണിക്കുന്ന പക്വതയുണ്ടല്ലോ, അത് അവന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. ശരി മൂഞ്ചല്. തനിക്കിതെന്താ പറ്റിയ? മൊത്തത്തിൽ ആകെ ഡള്ളാണല്ലോ. അത് സത്യോദേ, എനിക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. നാളെ ഈ ചടങ്ങ് നല്ല രീതിയിൽ നടക്കുന്നുള്ള ഒരു വിശ്വാസവും ഇല്ല. കമോൺ വന്ദന, സൂര്യയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കങ്ങ് വിട്ടുകളഞ്ഞേക്കാം. അതെങ്ങനെ പറ്റൂതേ? സൂര്യ തള്ളിക്കളഞ്ഞ് പത്മ എപ്പോഴും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം സൂര്യ ഒരു സാധാരണ ആളാണോ? വേദയുടെ ഒരേ ഒരു സഹോദരനല്ലേ? മാത്രമല്ല, സൂര്യ ഒരു കാര്യം തീരുമാനിച്ചാ അത് ഈ വീട്ടിൽ നടക്കൂ. അതിനു മുകളില് ആര് വെല്ലുവിളിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. ഉദയ്ക്ക് അത് ഇതുവരെ മനസ്സിലായില്ലേ? താൻ പറയുന്നതിൽ കാര്യമുണ്ട്. സൂര്യ നേരിട്ട് നിന്ന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഈ വീട്ടിൽ ആർക്കുമില്ല. അപ്പോ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാ നമ്മുടെ ഈ വരവും ഈ ആലോചന എല്ലാം അബദ്ധമാവില്ലേ? എന്താ മമ്മി ഇത്? എന്താ ഡാഡി, മമ്മി എല്ലാം അവസാനിപ്പിച്ച് ഈ രാത്രി തന്നെ സ്ഥലം വിടാനുള്ള തയ്യാറെടുപ്പിലാണോ? നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. വിവാഹ നിശ്ചയം നടക്കുമെന്ന് എനിക്കിപ്പോഴും വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല. കാരണം എന്താ? സൂര്യ പേടിച്ചിട്ടാണോ? അതാണ് കാര്യമെങ്കിൽ മമ്മി അത് വിട്ടേക്ക്, അത് ഞാൻ നോക്കിക്കോളാം. ഹരിത, നിനക്കവനെ ശരിക്കും അറിയില്ല. പിന്നെ മമ്മിക്കാണോ സൂര്യ നന്നായിട്ട് അറിയാവുന്നത്? മമ്മി, ഇതൊക്കെ അവൻ ചുമ്മാ കാണിച്ചു കൂട്ടുന്നതാ. സത്യത്തിൽ ഒരു കുഴപ്പമില്ല. സൂര്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പേടിപ്പിച്ച് അവന്റെ വരുതിയിലാക്കി നിർത്തണം. ഇവളെന്താ? സൂര്യയെ പ്രീതിപ്പെടുത്തിയിട്ടല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തണം. അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. സോ ഞാൻ എതിർക്കും. വേണ്ട ഹരിത,
ചില നേരത്തെ നീ കാണിക്കുന്നതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. മമ്മി സൂര്യ സപ്പോർട്ട് ചെയ്യാണോ അതോ ഇപ്പൊ സൂര്യ മമ്മിക്ക് പേടിയാണോ? ഛെ, വേറെ ജോലിയില്ലേ മമ്മി? ഞാൻ സത്യം പറഞ്ഞ ഒരു ബഫൂണിനെ കൈകാര്യം ചെയ്യുന്ന പോലെയാ സൂര്യ കൈകാര്യം ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ എന്താണ് സൂര്യ? പത്മാന്റെ പറയുന്ന എല്ലാ കാര്യത്തിനെയും കണ്ണും പൂട്ടി അവൻ എതിർക്കും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഹരിതേ, നാളെ നീ പരമാവധി സൈലന്റ് ആയിരിക്കണം. ആ, ഈ വീടൊരു ചടങ്ങല്ലേ നടക്കാൻ പോകുന്നേ. സാധാരണ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോണം. നാളെ വരുന്നവരോടെല്ലാം മാന്യമായി ഇടപെടണം, നല്ല പ്ലസന്റ് ആയിട്ട് നിക്കണം എന്നൊക്കെ എല്ലാവരും പറയാ. പക്ഷെ എനിക്ക് കിട്ടുന്ന ഓർഡർ കണ്ടോ, മിണ്ടാനേ പാടില്ല. മിണ്ടാൻ പാടില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? മിണ്ടുന്നതിന്റെ രീതിയാണ് പ്രശ്നം. ആ. സൂര്യ ഒരു ശത്രുവായി കണ്ട് തൽക്കാലം നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്തു പറയുന്നു? ഓക്കെ, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അത് മതി. എന്നെ കൊണ്ട് ഒതുങ്ങാവുന്നതിന്റെ മാക്സിമം ഞാൻ ഒതുങ്ങാം. പക്ഷേ എന്റെ നിയന്ത്രണം വിടുന്ന രീതിയിൽ സൂര്യ എന്തെങ്കിലും ചെയ്താ then I can control myself. ശോ. ഞാൻ പ്രതികരിച്ചിരിക്കും. അത് പാടില്ല എന്ന് ഡാഡിയും മമ്മിയും എന്നോട് പറയണ്ട. ഹരിത, കണ്ടോ ദേ, ഇവളെ നിയന്ത്രിക്കാനേ നമുക്ക് പറ്റുന്നില്ല. പിന്നെയാണോ സൂര്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും. വന്ദന, താൻ വെറുതെ പറഞ്ഞു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. ടെൻഷനോ ആവണ്ട. എല്ലാം ദൈവനിശ്ചയം പോലെ തന്നെ നടക്കും. ഇത്ര നേരത്തെ മേക്കപ്പ് ഇട്ടാലേ കുറച്ച് സമയം കഴിയുമ്പോ എല്ലാം പ്രശ്നമാവും. ചേച്ചി ഇപ്പോ ഫൗണ്ടേഷൻ മാത്രം ഇട്ടെന്നാ മതി. ആഹാ, നിങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയോ? ഞാൻ കരുതി എല്ലാവരും ഹാളിലേക്ക് പോയിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നതെന്ന്. ഹാളിലേക്ക് ചെന്ന ആവശ്യത്തിന് സമയം കിട്ടില്ല. ഇവളെ മേക്കപ്പ് ചെയ്യുന്നത് ഇവളുടെ കൂട്ടുകാരി ഹിമയാ. അവളിപ്പോ വരും. അതിനു മുൻപ് ഈ ഫൗണ്ടേഷൻ ഒന്ന് ഇട്ട് വെക്കാൻ പറഞ്ഞു. ആ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞേ ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരണേ. വേദയുടെ വിവാഹ നിശ്ചയത്തിന് വേദയുടെ ചേച്ചിയും ഭർത്താവും ഒന്ന് ഒരുങ്ങി നിൽക്കണ്ടേ?